ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ഒരു അവതാരകനാണ്, ഒരു കോമഡി ആക്ടറാണ്, ഒരു ക്യാരക്ടർ ആക്ടറാണ്, ഒരു ഹീറോ ആണ്. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പല മുഖങ്ങളും നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. വേറെ ആരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുരാജ് വെഞ്ഞാറമൂട്. സുരാജ് ഏട്ടാ, വെൽക്കം ടു ദ ഷോ. നമസ്തേ. വെൽക്കം ടു കൈരളി. നമസ്തേ. വെൽക്കം ബാക്ക് എന്ന് പറയണല്ലേ കൈരളിയിലേക്ക് ആവുമ്പോൾ. വെൽക്കം ബാക്ക് കൈരളി. കൈരളിയിലെ തന്നെ കൈരളിയിലൂടെ ആയിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ സുരാജ് ഏട്ടൻ. കൈരളിയുടെ ഒരു പ്രോഡക്റ്റായിരുന്നു ഞാൻ, അതുപോലെ തന്നെ അനൂപ് മേനോൻ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എബി എന്ന സിനിമയുടെ സംവിധായകൻ. നമുക്കെല്ലാവർക്കും അറിയാം കൈരളി ടി വിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. എൻ്റെയും തുടക്കം കൈരളിയായിരുന്നു. അനൂപ് മേനോൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത് പ്രിയൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ ശ്രീകാന്ത് മുരളി കൈരളി ടി വിയിലെ ഒരു പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എബിയിൽ നിന്ന് തന്നെ തുടങ്ങാം. വിനീത് ശ്രീനിവാസൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കിലൊക്കെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ബേസിക് തീം? എന്താണ് സുരാജ് ഏട്ടൻ്റെ കഥാപാത്രം? അത് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരറിയില്ലേ? സേവിയർ. അതാണ് സേവിയർ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. പേരിലല്ല സംഭവം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം, ആ ക്യാരക്ടറാണ് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നിൽ ആ ആക്ടർക്ക് ഇഷ്ടമായത് ക്യാരക്ടർ. കാര്യം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ഛൻ കഥാപാത്രമാണ്. അച്ഛനെന്നാൽ പള്ളിയിലെ അച്ഛനല്ല, എൻ്റെ മകളെയാണ് ഈ വിനീത് ശ്രീനിവാസനുമായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ്റെ ലവർ എന്ന് പറയുന്നത് എൻ്റെ മെറീനയുടെ അച്ഛനായിട്ടാണ് ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ഞാനിപ്പോൾ ഒരു 250-ലേറെ സിനിമകൾ ഈ 11 വർഷത്തിനിടയ്ക്ക് ഞാൻ അഭിനയിച്ചുവെങ്കിലും എനിക്ക് ആ ബിഗിനിങ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട്. അതിൽ ഒരു ചില ക്യാരക്ടറുകൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാകും. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് എബി എന്ന സിനിമയിലെ സേവിയർ എന്ന കഥാപാത്രം. ഓവർസിയറാണ് കഥാപാത്രം, ഓവർസിയർ ആണ്, അച്ഛനാണ്. ഈ എബി എന്ന് പറയുന്ന സിനിമയുടെ ഒരു ബേസിക് തീം എന്താണ്? ഒരു ഇൻസ്പിറേഷണൽ അങ്ങനെയാണ്? അതെ, നമുക്ക് ഒരു ഇൻസ്പിറേഷൻ മൂവിയാണ് ശരിക്കും. എല്ലാവർക്കും മോട്ടിവേഷൻ നൽകുന്ന ഒരു മൂവിയാണ്. അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്വപ്നമാണ്, ഓരോരുത്തർക്കും ഓരോ സ്വപ്നമാണ് നമ്മളെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിലും എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്, നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തിൻ്റെ പുറകെ അല്ല പോകേണ്ടത്, ഉറക്കം കെടുത്തുന്ന സ്വപ്നത്തിൻ്റെ പുറകെയാണ് നമ്മൾ യാത്ര തിരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് വിജയം കൈവരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാധാരണ ഒരു വീട്ടിലെ മലയോര പ്രദേശത്ത് താമസിക്കുന്ന ഒരു സാധാരണ, എന്നാൽ പിന്നെ ഭിന്നശേഷിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. എന്ന് വെച്ചാൽ വ്യത്യസ്തമായ കഴിവുകൾ ഉള്ള ഒരു കുട്ടിയാണ്. പുള്ളിക്ക് പഠിക്കാനും ഇതിലെന്നല്ല, ചിലർക്ക് ടെക്നിക്കലി ഭയങ്കര താല്പര്യമായിരിക്കും. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് അത്. ഭംഗിയായിട്ട് വിനീത് ശ്രീനിവാസൻ്റെ ഒരു നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു വേറൊരു തട്ടിലേക്ക് പോകുന്ന ഒരു പടി ഉയരുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എബി എന്ന സിനിമ. ഞങ്ങൾക്ക് സുരാജേട്ടനെ ഭയങ്കര ചിരിച്ച് അങ്ങനെയൊക്കെ കാണാനാണ് ഇഷ്ടം. ഇങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് പറയുന്ന പോലെ അവാർഡ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആൾക്കാർ സീരിയസ് ആവുമോ? ഇല്ല, ഞാൻ നേരത്തെ ഇതുപോലെ തന്നെ പറയുന്നത്. അപ്പം അന്നൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. ഇപ്പം അവാർഡ് കിട്ടിയതിന് ശേഷം ശ്രദ്ധിച്ചു തുടങ്ങി എന്താ പറയുന്നത്. ഞാൻ നേരത്തെ നന്നായിട്ട് സംസാരിക്കുന്ന, സാമാന്യ അക്ഷരാഭ്യാസമൊക്കെ ഉള്ള, ഇത്തിരി പത്രമൊക്കെ വായിക്കുന്ന ഒരുത്തനാണ്. കൈരളി ടി വി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ വിനീത് ശ്രീനിവാസനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിനീതേട്ടന് ഒരു മലർവാടി തൊട്ട് അതിന്റെ മുമ്പേ മലർവാടിയിൽ ആണ് ഫസ്റ്റ്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ അദ്ദേഹമായിട്ട് അഭിനയിക്കുന്നത് എബി എന്ന സിനിമയിലാണ്. ഞാനും അദ്ദേഹമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും, പക്ഷെ കോമ്പിനേഷൻ സീൻ ഇല്ല. സ്ക്രീൻ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെയാണ്, ഈ എബി എന്ന സിനിമയിൽ ആദ്യമായിട്ട്. അയ്യോ, ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ്. പുള്ളിയുടെ സ്വഭാവം എനിക്ക് അതിലേറെ ഇഷ്ടമാണ്. നല്ല ക്യാരക്ടറാണ് വിനീത്. വളരെ വിനീതനാണ്. ഞാനിത് പറഞ്ഞെന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക, വിനീതിൻ്റെ അടുത്ത ഏതോ ഒരു പടം ഉണ്ട്, സുരാജനെ വിളിക്കും എന്നൊന്നും വിചാരിക്കണ്ട. അല്ല, എനിക്ക് ആളുടെ എത്ര സീരിയസ് വിഷയങ്ങളും വിനീത് ശരി ഓക്കെ ഏട്ടാ, സീരിയസ് ആണെങ്കിലും തമ്മിൽ ഒന്ന് പൊട്ടിച്ചിരിച്ച് അങ്ങനെ ആ പുള്ളി പോകുന്ന ആ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ക്യാരക്ടർ ഇഷ്ടമാണ് വിനീതിൻ്റെ.
അപ്പോൾ വിനീതുമായിട്ട് ആദ്യം പുള്ളി തന്നെ സംവിധാനം ചെയ്ത സിനിമയിലായിരുന്നു മലർവാടിയിൽ. അപ്പോൾ മലർവാടിയിൽ എന്നെ കൊണ്ട് കുറേ ദേഷ്യമൊക്കെ പെട്ടിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോൾ പറയില്ല ആള്. അതിൽ രസകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം 18 ടേക്ക് വരെ എടുപ്പിച്ചു. അതായത് നിവിൻ പോളി സ്കൂട്ടർ നിവിൻ പോളിയെ അടിക്കാനായിട്ട് എന്നെ കൊണ്ടുവരികയാണ് ഗുണ്ടയായിട്ട്. അപ്പോൾ ചെല്ലേട്ടാന്ന് പറഞ്ഞ് പിടിച്ച് ഫ്രണ്ടിൽ തള്ളും. നോക്കുമ്പോൾ അവൻ സ്കൂട്ടറും കത്തിച്ച് ഒരു വർഷാപ്പും തീയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നേരെ അവനെ അടിക്കാനാണ് എന്നെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ അപ്പോൾ അവിടെ എന്നെ ഇഷ്ടമുള്ളത് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ്, നിനക്ക് ഭ്രാന്തായടാ പന്നി എന്ന് ചോദിക്കുന്നത് 18 ടേക്ക് എടുത്തു. കാര്യം റിയാക്ഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ നിവിൻ പോളിയുടെ ഇല്ലല്ലേ ക്യാമറ, പക്ഷെ ഓപ്പോസിറ്റ് ഞാൻ നിൽക്കണം. നിനക്ക് ഇവനെ ചിരിപ്പിക്കും, ചിരിപ്പിച്ച് 18 ടേക്ക് വരെ ആയി. അപ്പോഴും വിനീത് ശ്രീനിവാസൻ വളരെ വിനീതൻ. ആ പേര് ശരിക്കും വിനീതിന് യോജിച്ചവനാണ്, അറിഞ്ഞിട്ട പേര്. വളരെ വിനീതിനെ, ചേട്ടാ ഇനി നമുക്ക് ടേക്ക് എടുക്കാം, 19ാമത്തെ ടേക്ക് എടുക്കാം. അതിനുശേഷം പുള്ളിയായിട്ട് അഭിനയിക്കുന്ന എബി എന്ന സിനിമയിൽ. ഇനി സുരാജേട്ടൻ പൊതുവേ ഒരു കോമഡി ആക്ടറായിട്ട് വന്ന ഒരാൾക്ക് വേഴ്സിറ്റാലിറ്റി തെളിയിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നത് പൊതുവെ കുറവാണ്. പക്ഷേ സുരാജേട്ടനെ സംബന്ധിച്ച് ലക്കിലി അങ്ങനെ ഒരു സ്വഭാവ നടൻ എന്നുള്ള നിലയിലാണെങ്കിലും അതേ സമയത്ത് തന്നെ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുകയും അവതരണത്തിൽ ഒരു കൈ നോക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ എന്താ ശരിക്കും തോന്നുന്നത് ഇത്രയും ഒരു വേഴ്സിറ്റാലിറ്റി തെളിയിക്കാൻ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട്? അതായത് ഞാൻ ആലോചിക്കുന്നത്, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, സുരാജ് ഈ ഒരു ഇതൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ടി വിയിൽ പോകരുത്. ടി വിയിൽ ഒരുപാട് നമ്മളെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു മടുപ്പ് വരും. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം മുകേഷ് ഏട്ടൻ നേരത്തെ തന്നെ ടി വിയിൽ വരും. എനിക്കിതുവരെ അദ്ദേഹം സിനിമയിൽ വരുമ്പോൾ ഒരു മടുപ്പും തോന്നിയിട്ടില്ല. അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ, ബോളിവുഡ് എടുക്കുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ഷോസിൽ. അതൊക്കെയാണ് എനിക്കൊരു ആശ്വാസം. അപ്പോൾ പലരും ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യ ജീവിതം ഒരൊറ്റ പ്രാവശ്യമുള്ളൂ. ഇതൊക്കെ അടുത്ത ജന്മം ഉണ്ട് എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. നമ്മൾ അനുഭവിച്ചിട്ടില്ല, നമുക്കറിയില്ല, പോയിട്ട് വന്ന ആൾക്കാരും ഇല്ല ചോദിക്കാൻ. അപ്പോൾ ഈ ജന്മം നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന, ഇല്ലെങ്കിൽ ഇന്ന ഓരോ കാര്യങ്ങളിലേക്ക് അത് അറിയാനും ഇതൊന്നും ഒന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് വഴങ്ങുന്ന, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ഇഷ്ടപ്പെട്ട മേഖലകളിലെല്ലാം ഞാൻ അതുമായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കംഫർട്ടബിൾ ഒരു ആങ്കർ ചെയ്യുന്നതാണോ അതോ ആക്ടർ, ഏതാണ് ശരിക്കും? ഓരോന്നിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ശരിക്കും ഇഷ്ടത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ബോറടിയില്ല. ഞാൻ ഈ ചെയ്യുന്ന ഓരോ സംഭവം, ഇപ്പോൾ ടി വിയിൽ ആങ്കർ ചെയ്യുന്നു, പിന്നെ സ്റ്റേജ് ഷോ അവതരിപ്പിക്കുന്നു, പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നു, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെടാതെ തന്നെ ഒരു പ്രവൃത്തിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കും. എനിക്ക് ബോറടിച്ചിട്ടില്ല ഇതുവരെ, ഈ നിമിഷം പോയി. ഇനി കുറേ കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മുത്തശ്ശി കഥ, അതിൽ ഒരു ഹീറോ ആണ്, എന്നാൽ അത് ഒരു വളരെ നമ്മളെല്ലാവരും കണ്ട് പരിചയമുള്ള ഒരാൾ. അതേപോലെ ആക്ഷൻ ഹീറോ ബിജുവിലെ ആ ഡയലോഗ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറയുന്ന ഒരു ഡയലോഗ്, എനിക്ക് തോന്നുന്നു ഒരുപാട് ട്രോൾസിലൊക്കെ യൂസ് ചെയ്യുന്നതും അതേസമയത്ത് ഒരുപാട് ഭയങ്കര ഫേമസ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡയലോഗ്സും കുറച്ച് കഥാപാത്രങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു ലക്കായിട്ടാണോ കരുതുന്നത്, അതോ ആഗ്രഹിച്ച് കിട്ടിയ? ഒരുപാട് ആഗ്രഹിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴും, ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആക്ടർ എന്ന രീതിയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കിട്ടുന്നുള്ളൂ, കോമഡി മാത്രം. അത് മോശമൊന്നല്ല, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കോമഡി ചെയ്യുമ്പോഴാണ്. എന്നാൽ ഒരു ആക്ടർ എന്ന രീതിയിൽ അതല്ല, നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് ക്യാരക്ടറുകൾ, ഇല്ലെങ്കിൽ ഒരു പുതിയ രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ലഭിച്ചിട്ടില്ല. ഒരുപാട് അതിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. പിന്നെ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ നമ്മൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട്, ഭാഗ്യമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമ്മൾ ആ പ്രവൃത്തിയും കൂടെ വേണം.
മനസ്സിൽ അതിയായ ആഗ്രഹവും പ്രവൃത്തി, അത് ഉറക്കം കിടണം. നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല നേരത്തെ പറഞ്ഞത്, ഉറക്കം കെടുത്തുന്ന സ്വപ്നം. എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഈശ്വര, അങ്ങനെ ഒരു നല്ലൊരു സംഭവം ചെയ്യണം എന്നിങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുക. ഒപ്പം പ്രവർത്തിക്കുകയും കൂടെ ചെയ്തപ്പോൾ ദൈവം പോലെ എബ്രേജ് ഷൈൻ വന്നു. അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ ഇടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു സാധനമുണ്ട്, ചെയ്യാവോ. പക്ഷെ നാഷണൽ അവാർഡ് കിട്ടിയ പടം ആരും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ അത്തരത്തിലുള്ള കാലിബർ എങ്ങനെയാണെന്നുള്ളത് ഡയറക്ടേഴ്സിനും നിശ്ചയമില്ല. ആ സമയത്താണ് എബ്രേജ് ഷൈൻ അത് ഒരു സംഭവിക്കുക എന്ന് പറയും. കറക്റ്റ് ടൈമിന് വിളിച്ചു, അത് ചെന്ന് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയുണ്ട്, ഒരു സംവിധാന ശൈലി, അത് തന്നെയാണ് ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുന്നു എല്ലാ കഥാപാത്രങ്ങളെയും പറഞ്ഞു സീൻ ഇങ്ങനെ പറഞ്ഞു തരുള്ളൂ. ഇതാണ് അവസ്ഥ. ഡയലോഗ്സ് ഒക്കെ നമ്മളെ കൊണ്ട് ഫിൽട്ടർ ചെയ്യിപ്പിക്കും. അതില് കുറേ ഡയലോഗ്സ് ആൾക്കാർ ആഘോഷമാക്കിയിട്ടുണ്ട്. ആ രണ്ട് സ്ത്രീകള് അതെ ഒരുപാട് സംഭവിക്കുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പടമായിരുന്നു. മാത്രമല്ല നല്ല സംവിധായകനാണ് സുരാജേട്ടൻ. അപ്പോൾ ഒരു 250ഓളം ചിത്രങ്ങൾ ചെയ്തു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇതിലൊരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഏതായിരിക്കും സുരാജേട്ടന് പറയാനുണ്ടാവുക? ഇതെല്ലാം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. പടങ്ങൾ പൊട്ടാതിരിക്കുക, അതൊക്കെ ഓരോന്നിൻ്റെ ഓരോ വിധിയാണ്. ഈ 250 എണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തതാണ്. 250 മേളിലായി. അതിൽ നമുക്ക് മനസ്സിൽ തട്ടി നിൽക്കുന്ന കുറേ ക്യാരക്ടേഴ്സാണ്. അതിൽ ഒരുപാടുണ്ട്. ചട്ടമ്പിനാട്, പിന്നെ ഫസ്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ ബ്രേക്ക് ചിത്രം എന്നൊരു മായാവി, പിന്നെ ഷാഫി സാറ്. നമ്മളെ ഇങ്ങനെ ഒരു ആക്ടർ രൂപീകരണത്തിൽ ഒരുപാട് പേരുടെ പങ്കുണ്ട്. ഒരുപാട് തിരക്കഥാകൃത്തുകൾ, ബെന്നി പി നായരമ്പലം, റാഫി മക്കാട്ടിൻ, അങ്ങനെ ഒരുപാട് പേര്. ഇനി വീട്ടിൽ ഭാര്യയ്ക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതായിരിക്കും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് എൻ്റെ ഏത് കഥാപാത്രം കണ്ടാലും ചിരിക്കും. കാര്യം ചിരിച്ചല്ലേ പറ്റില്ലെങ്കിൽ ആഹാരം കിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് എല്ലാം ഇഷ്ടമാണെന്നാണ് എൻ്റെ ഭാര്യ പറയുന്നത്. മക്കൾ പറയാറായോ? പിന്നെ കാശിയൊക്കെ പറയും. കാശി പറഞ്ഞൊരു കോമഡി ഉണ്ട്. അതായത് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് പിന്നെ വളരെ കരുതലോടുകൂടിയാണ്, എന്തിനും ആൻസർ കൊടുക്കുന്ന പയ്യന്മാരാണ്. ഞാൻ ചിരിച്ചു പോയ ഒരു സംഭവമാണ് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഗ്ലാസ് പൊട്ടുന്നത്. ഇതൊക്കെ നമ്മുടെ അമ്മമാരച്ഛന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. മക്കളെ വെള്ളിയാഴ്ച ദിവസം ഇല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ഗ്ലാസ് തറയുന്നു പൊട്ടിക്കൂടാ, എന്തോ ദോഷമാണെന്നൊക്കെ. ഇത് നമ്മൾ കേട്ടിട്ടാണ്, എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഈ വെള്ളിയാഴ്ച ദിവസമാണ് സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ഒരു വെള്ളിയാഴ്ച ഒരു സിനിമ ഇറങ്ങി, ഒരു താരത്തിൻ്റെ സിനിമ ഇറങ്ങി. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച കൊണ്ട് മോൻ്റെ പറഞ്ഞ് ഇന്ന് ക്ലാസ്സിന് പോകണ്ട, നമുക്കിന്ന് സിനിമയ്ക്ക് പോവാം. അപ്പോൾ രാവിലെ ഉള്ള ഷോ കഴിയട്ടെ, ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ചോറൊക്കെ കൊണ്ടിട്ട് പോവാം. ശരി അച്ഛാന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ച് അന്ന് അവിടെ നിന്നു കാശി. അപ്പോൾ അതിന് ഞാൻ ഈ അഭിപ്രായം എൻ്റെ സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചു. അത് ചോദിക്കാൻ കാരണം ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തും കൂടെയാണ്, പുറത്തുള്ള ഒരാളാണ്. അപ്പോൾ അതെന്തായി എന്നും കൂടെ അറിയണം. അങ്ങനെ ഞാൻ വിളിച്ച് ഇവനോട് ചോദിച്ചിട്ടാ പടം എങ്ങനെയുണ്ട് സുഹൃത്തിനോട്. അവർ ആളിയാ പൊട്ടി കളിയാ. ഞാൻ പറഞ്ഞു എന്ത് കുഴപ്പമാണോ? പിന്നെ പടം പൊട്ടിപ്പോയി, എന്തായാലും അങ്ങനെ 2.5 കോടി രൂപ പോയത് തന്നെ. ഞാൻ പറഞ്ഞു കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇതൊക്കെ എൻ്റെ മോൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ബോൾ എടുത്തിട്ട് ഇങ്ങനെ അടിച്ച് കളിക്കുകയാണ് ഇങ്ങനെ വീട്ടിനകത്ത്. ഞാൻ പറയടാ വീട്ടിനകത്തിട്ട് കളിക്കുന്നതിന് പുറത്ത് നിന്ന് കളിക്ക് എന്ന് പറഞ്ഞതും ചായ കൊണ്ടുവന്ന ഗ്ലാസ്സിൽ വന്ന് അടിച്ച് ഗ്ലാസ് വീണ് പൊട്ടി ഇവൻ്റെ. ഞാൻ പറയടാ ഇത് ഇന്ന് എന്താ വെച്ചെന്ന് അറിയാം, നിനക്ക് അറിയാൻ പാടില്ലാത്തതുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ഗ്ലാസ് കൂട്ടുന്നത് ദോഷമല്ലേ, അത് നിനക്കറിയാം. അതിൻ്റെ ഇതെന്താ അറിയാം. ഉടനെ കാശി പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ 2.5 കോടി പോയതിന് കുഴപ്പമില്ല, ഇവിടെ 7 വരെ ഒരു ഗ്ലാസ് പോയതിലാണ് കുഴപ്പം വെള്ളിയാഴ്ചയായിട്ട്. ഇനി സുരാജേട്ടൻ്റെ അവാർഡ്സും കുട്ടികളും തമ്മിൽ എന്തോ ഒരു ബന്ധമില്ലേ? അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കൊല്ലും. ഇനി അവാർഡ് മേടിക്കാനുള്ള പരിപാടി ഉണ്ടോ? ഇനി അവാർഡ് മേടിക്കണം. കാര്യം വെച്ചാൽ ഒരു രസമല്ലേ, അവാർഡുകൾ കിട്ടുന്ന ഒരു രസമാണ്. അപ്പോൾ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു, കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പാട്ടൊക്കെ പാടി തുടങ്ങിയ ഒരു സമയമാണ്. അപ്പോൾ പാട്ട് പാടാനോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ? ഒരു പാട്ട് എനിക്ക് പാടണമെന്നുണ്ട്. ഒന്ന്, നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് ഒരു പാട്ട് പാടിയാൽ എപ്രകാരമായിരിക്കും? അത് കൊള്ളാം. അത്
പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്, ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇവിടെ റിലീസായി. അത് ആ പാട്ട് കേട്ടാൽ തന്നെ മനസ്സിലാകും എൻ്റെ രാഷ്ട്രീയ ജീവിതവുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന വരികളും കൂടെയാണ്. അപ്പോൾ എന്താണ് സാർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പാടി, ഞാനും എൻ്റെ ആളും 40 പേരും കുറേ ശിഷ്യന്മാരും ചേർന്ന് പൂമരം കൊണ്ട് ഒരു കപ്പലുണ്ടാക്കി. ആ കപ്പലിലാണ് സോളാറുമായിട്ട് ഒരു കുപ്പായക്കാരി വന്നിറങ്ങിയത്. പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി, അവൾ എന്നെ ഒന്ന് നോക്കി. പിന്നെ എൻ്റെ ഈ 40 ശിഷ്യന്മാരിൽ പലരും പല വട്ടം ചെന്ന് പല സമയത്തായിട്ടൊക്കെ നോക്കി. ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഇതായി. ചിരിച്ചല്ല? ആ, അപ്പോൾ നമുക്ക് ഇനി റിലീസ് ചിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എബി, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു കുട്ടിയെ പോലെയൊക്കെയാണ് ഞങ്ങൾക്ക് വിനീത് ശ്രീനിവാസനെ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ കുട്ടികൾക്കുള്ളൊരു സിനിമയാണ്. കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും ഈ സിനിമ. കാര്യം ഒരാളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയാണ് അത്. എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുതിലെ ഒന്ന് പറക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല, അല്ലേ? സത്യമാണ്. കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഒന്ന് ആഗ്രഹിച്ചിട്ട് ചിറകുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് സിനിമ. പറക്കാൻ ഉയരങ്ങളിൽ, അത് ഏത് ഇതുമാകാം, സ്വപ്നം ഏതും. നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം. അത് നല്ല മാർഗം സ്വീകരിച്ച് എങ്ങനെ പറക്കാം, എല്ലാവർക്കും മോട്ടിവേഷൻ നൽകുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എബി തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഫസ്റ്റ് ഡേ മുതൽ കണ്ടോ, ഭയങ്കര രസം. അല്ല, ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് നല്ല പച്ചപ്പ്, നല്ല ക്യാമറ, പിന്നെ പാട്ടുകൾ മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ 3 പേരുണ്ടെന്ന് തോന്നുന്നു. മനോഹരമായ പാട്ടുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ തിരക്കിനിടയിൽ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കാം. പിന്നെ നമ്മുടെയും ആഗ്രഹങ്ങൾ നമുക്കും ഇതുപോലെ ആകണം എന്ന് തോന്നുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും എബി കാണുക, കഴിവതും കാണാൻ ശ്രമിക്കുക. കാരണം കാണനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ വെറുതെ പറയുന്ന അങ്ങനെയൊന്നും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുപോലെ അതുകൊണ്ട് കാണണം, പ്രാർത്ഥിക്കണം, നമ്മൾ അനുഗ്രഹിക്കണം, അതൊന്നും നടക്കില്ല. നിങ്ങൾ ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ എബി പോയി മസ്റ്റായിട്ട് കണ്ടിരിക്കുക. അത് പ്രയോജനം ചെയ്യും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും.